ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ബ്യൂട്ടി കെയറിനെ കുറിച്ചും സ്കിൻ കെയറിനെ കുറിച്ചും ഹെയർ കെയറിനെ കുറിച്ചുമൊക്കെ ഒരുപാട് ബോധേഡാണ് അല്ലേ? അപ്പോൾ നമ്മൾക്ക് സ്കിന്ന് കെയർ ചെയ്യണം എന്നറിയാം, ഹെയർ കെയർ ചെയ്യണം എന്നറിയാം. ഇതുപോലെ തന്നെ നമ്മൾ ആൻറ്റി ഏജിങ്ങിൽ യങ്ങായിട്ടിരിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? ഇന്ന് 60ഉം 65ഉം 69ഉം വയസ്സുള്ളവരൊക്കെ നല്ല അടിപൊളിയായിട്ട് യങ് സ്കിന്നോടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പുറകിൽ കുറേ സീക്രട്ട് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫേസ് പാക്കും ഹെയർ ഓയിലും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ മാത്രമല്ല, കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുന്നതും കൂടിയാണ്. നിങ്ങൾക്കറിയാമോ നമ്മളുടെ ഫേസിൽ എത്ര മസിൽസ് ഉണ്ടെന്ന്? പണ്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ച പോലെ ഇന്ന് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അറിയാവുന്നവർ ഒന്ന് റിപ്ലൈ ചെയ്യൂ. എത്ര ഫേഷ്യൽ മസിൽസ് നമ്മുടെ ഫേസിലുണ്ട്? അറിയാൻ വയ്യെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. എല്ലാം നമ്മളുടെ ഫിംഗർ ടിപ്സിൽ ഒരു ആൻസർ ആയിട്ട് കിട്ടുന്നത് കൂടാതെ നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ കുറേ റെഫറൻസ് കിട്ടും നമ്മൾക്ക്. അപ്പോൾ നമുക്ക് അതൊക്കെ വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫേസിലുള്ള മസിൽസ് ഒക്കെ അവിടെ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ഇന്ന് വരെ ഒരു ജോലിയും ചെയ്യാതെ അവിടെ ചുമ്മാതിരിക്കുകയാണ്. യങ്ങായിട്ടുള്ള ഏജിൽ അത് ഓക്കെയാണ്. പക്ഷെ കുറച്ചൊരു 30+ ഒക്കെ ആയിക്കഴിയുമ്പോൾ, ഒരു 40+ ഒക്കെ ആയിക്കഴിയുമ്പോൾ, 30+ൽ നമ്മൾ ഏജ് ആകുന്നത് അറിയില്ല. 40+ ഒക്കെ ആയിക്കഴിയുമ്പോൾ നമ്മൾക്ക് കുറേശ്ശെ ഏജ് ആകുന്നത് നമ്മൾ അറിഞ്ഞു തുടങ്ങും അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറേ നമ്മൾ സ്കിൻ കെയർ ചെയ്യും, നമ്മൾ ഹെയർ കെയർ ചെയ്യും. പക്ഷെ അതല്ലാതെ തന്നെ ഈസി ആയിട്ടൊരു 3-4 കാര്യങ്ങൾ ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂത്ത്ഫുൾ സ്കിൻ കിട്ടും എന്ന് ഞാൻ ചലഞ്ച് ചെയ്യുന്നു നിങ്ങളെ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത് നമ്മളുടെ ഫേസിലുള്ള മസിൽസിനെയൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ പോവുകയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ പൈനാപ്പിൾ പോലൊരു പെൺകുട്ടീന്ന് എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഫേസിനെ ആക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയ്ക്കകത്തൂടെ കണ്ടുപോകുന്നത്. അത് കണ്ടുകൊണ്ട് തന്നെ ചെയ്യാൻ നോക്കൂ. അത് നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ നോക്കൂ. ഈസി ആയിട്ടുള്ള കുറച്ച് ഫേസിനെ യൂത്ത്ഫുൾ ആയിട്ട് വെക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ കണ്ടിട്ട് വീഡിയോയുടെ കൂടെ നിങ്ങൾക്കും ചെയ്യാം. ഞാനിത് എല്ലാ ദിവസവും മോസ്റ്റ്ലി 1, 2, 3 പ്രാവശ്യം ചെയ്യുന്നതാണ്. ചുമ്മാ ബെഡിൽ കിടക്കുമ്പോഴാണെങ്കിലും ഒക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിലരൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്നാലും ഒരു റൊട്ടീനായിട്ട് ഇതിനെ ഒന്ന് ചെയ്തു നോക്കൂ. കറക്റ്റായിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 8 ദിവസം ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയൂ നിങ്ങൾ യൂത്ത് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉറപ്പായിട്ടും യൂത്ത്ഫുൾ സ്കിൻ നിങ്ങൾക്ക് കിട്ടും. ഫേസിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ട് നിങ്ങളുടെ കഴുത്തിലുള്ള ചുരുക്കങ്ങളൊക്കെ, അതാണ് ഞാൻ ഈ ഷർട്ട് ഇട്ടിട്ട് വന്നത്, കഴുത്തിലുള്ള ചുരുക്കങ്ങളൊക്കെ ഇങ്ങനെ മേലോട്ട് ഭയങ്കരമായിട്ട് കഴുത്തിനെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ, പിന്നെ നമ്മൾ കാണില്ല. അപ്പോൾ ഈ ഒരു റിങ്കിൾസിനെയൊക്കെ മാറ്റി, ഫേസിലുള്ള റിങ്കിൾസിനെയൊക്കെ മാറ്റി അടിപൊളിയാക്കി നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണുന്നത്. സോ വീഡിയോ കണ്ടിട്ട് നമ്മൾക്ക് ബാക്കി സംസാരിക്കാം. തല ഇതുപോലെ ഡൗണിലോട്ട് വെച്ച് ഒരു 5 മിനിറ്റ്സ് കിടന്നാൽ നമ്മളുടെ ഫേസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമ്മളുടെ ഫേസിന് നല്ല ഗ്ലോ തരാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ കൊളാജൻ പ്രൊഡക്ഷനെ ഇംപ്രൂവ് ചെയ്യുകയും ഓക്സിജൻ സപ്ലൈ നമ്മുടെ ഫേസിലേക്ക് കൂടുകയും അതുമൂലം നമുക്ക് ടയേർഡ്നെസ്സും ഡൾ ലുക്കും ഒക്കെ പോവുകയും ചെയ്യുന്നതാണ്. ഇതേപോലെ നാക്ക് പുറത്തേക്ക് നല്ല സ്ട്രെയിൻ ചെയ്ത് നമ്മൾ നീട്ടി പിടിക്കുമ്പോഴേക്കും നമ്മളുടെ ഫേസിലുള്ള റിങ്കിൾസും കഴുത്തിലുള്ള റിങ്കിൾസും ഡബിൾ ചിന്നും ഒക്കെ മാറി ജോ ലൈൻസ് ഒക്കെ തെളിഞ്ഞു കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഇത് 5 പ്രാവശ്യം ഇതുപോലെ നാക്ക് വെളിയിലോട്ട് പുള്ള് ചെയ്ത് നല്ല ടൈറ്റ് ആയിട്ട് പിടിക്കും. പിന്നെ നമ്മൾ റൂഫിലോട്ട് നോക്കി ചുണ്ടിങ്ങനെ കിസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മളുടെ കവിളിലുള്ള റിങ്കിൾസും സ്മൈൽ ലൈൻസും ഒക്കെ പോയി ഫേസിന് നല്ലൊരു ഡിഫൈൻ ഷേപ്പ് കിട്ടുകയും ചുളിവുകൾ ചുണ്ടിന് ചുറ്റുമുണ്ടെങ്കിൽ അതൊക്കെ മാറുകയും ചെയ്യും. പിന്നെ ഇതുപോലെ തന്നെ ആന്ന് നന്നായിട്ട് പറയണം. അപ്പോൾ നമ്മളുടെ കഴുത്തിലുള്ള ചുളിവുകൾ മാറി ഡബിൾ ചിന്നൊക്കെ മാറി ഫേസ് നല്ല മസിലിനൊക്കെ നല്ല ബലം കിട്ടുകയും ഒരിക്കലും ചുളിവ് വീഴാത്ത ഒരു മുഖം നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോ കാണിക്കുന്ന പോലെ തന്നെ ആ ഈ ഓ അങ്ങനെ പറയണം. അങ്ങനെ പറയുമ്പോഴാണ്, പിന്നെ പറയണം. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക്, അതുപോലെ നല്ല സ്ട്രെയിൻ എടുത്ത് തന്നെ പറയണം. അങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് ഫേസിന് നല്ല എക്സസൈസ് കിട്ടുകയും ഫേഷ്യൽ മസിൽസ് ഒക്കെ നന്നായിട്ട് സ്ട്രോങ് ആകുകയും ചെയ്യും.
നമ്മൾ രാത്രിയിൽ തലയണയിൽ മുഖം അമർത്തി വെച്ച് കിടക്കുമ്പോൾ റിങ്കിൾസ് ഉറപ്പായിട്ടും വീഴും. അതിനൊരു സിൽക്കി സോഫ്റ്റ് പില്ലോ ഉണ്ട്, അത് ഞാൻ വേണേ ടാഗ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ടർക്കി ടവൽ ചെറുതായിട്ട് മടക്കി കഴുത്തിന്റെ ആ ഗ്യാപ്പിന് പറ്റുന്ന രീതിയിൽ വെച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസിൽ റിങ്കിൾസ് വരാതിരിക്കാൻ നമ്മൾക്കിത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാണ് ഞാൻ ഡെയിലി മുടക്കാതെ ചെയ്യുന്ന ഒരു കാര്യം. ഒരു തവി ഫുള്ള് വെളിച്ചെണ്ണ എടുത്തിട്ട് വായിൽ നിറച്ച് എണ്ണ ഒഴിക്കും. പല്ല് ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ, പല്ല് ബ്രഷ് ചെയ്ത് കഴിഞ്ഞല്ല, പല്ല് ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ വായിൽ ഒഴിച്ചിട്ട് നമ്മളുടെ കവിളിന്റെ അവിടെയും കവിളിന്റെ 2 സൈഡിലോട്ടും ഓയിൽ പുള്ളി ചെയ്യുക. 2 സൈഡിലും 10 പ്രാവശ്യം പുള്ളി ചെയ്യുക. നമ്മളുടെ ചുണ്ടിന്റെ മേളിലോട്ടും താഴോട്ടും 10 പ്രാവശ്യം പുള്ളി ചെയ്യുക. എല്ലാം കൗണ്ട് ചെയ്ത് 10 പ്രാവശ്യം ഇങ്ങനെ പുള്ളി ചെയ്യുമ്പോഴേക്കും നമ്മളുടെ മസിൽസ് ഒക്കെ സ്ട്രോങ് ആകുകയും നമ്മളുടെ ഫേസിൽ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറി മുഖത്തിന് നല്ല പ്രകാശം കിട്ടുകയും ചെയ്യും. നമ്മൾക്ക് എന്തെങ്കിലും സൈനസ് പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഇത് ഓയിൽ പുള്ളിങ് എന്നാണ് പറയുന്നത്. ഇത് സഹായിക്കുന്നതാണ്. നന്നായിട്ട് ഇങ്ങനെ നമ്മൾ കൊപ്പിളിച്ച് തുപ്പുന്ന പോലെ തന്നെ ചെയ്യുന്നതും വളരെ നല്ലതാണ് റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ മാറാനായിട്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. ഇതിനു മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു അത് ആ ബ്രാൻഡ് ഓയിലിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ആ ബ്രാൻഡ് ഓയിലൊന്നും കാണിക്കാത്തത്. ഞാൻ വായിൽ ഒഴിച്ചത് കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് സെസമി ഓയിൽ, നല്ലെണ്ണ ആണെങ്കിലും വളരെ നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഫസ്റ്റ് പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ വായിൽ ഓയിൽ ഒഴിച്ചിട്ട് ആ ഓയിൽ പുള്ളിങ് ചെയ്യുമ്പോൾ നമ്മളുടെ തലയ്ക്കകത്തും മുഖത്തും ഒക്കെ കെട്ടി നിൽക്കുന്ന കഫം ഫുള്ളിങ്ങും നമ്മളുടെ മൂക്കിനകത്തൂടെ ഇറങ്ങി ആ ഓയിലിനകത്ത് മിക്സ് ചെയ്ത് നമ്മളത് തുപ്പുമ്പോൾ ഫുള്ള് കഫം വെളിയിലെ പോവും. പിത്തം, വാതം, കഫം ഇത് മൂന്നുമാണ് നമ്മുടെ സ്കിന്നിനെ ബാലൻസ് ചെയ്യാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വയസ്സാകുന്നതെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞു. അതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയാണ്, ഭയങ്കര രസമുള്ള ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് അതിശയം തോന്നും. ഇത് മൂന്നുമാണ് നമ്മളുടെ ജീവിതത്തിൽ എല്ലാം തന്നെ, നമ്മളുടെ അസുഖത്തിൻ്റെയും നമ്മളുടെ സൗന്ദര്യത്തിൻ്റെയും നമ്മളുടെ ഗട്ട് ഹെൽത്തിൻ്റെയും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് മൂന്നുമാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഓയിൽ പുള്ളിങ് ചെയ്യുമ്പോൾ ഫുള്ള് കഫം പുറത്ത് വരും, പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നിങ്ങൾക്ക് നല്ല ഒരു ഫേസ് ഗ്ലോ കിട്ടുകയും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ഫേസ് പാക്കും കൂടി ഇടുമ്പോൾ ഫേസിൽ പുറമേ ഉണ്ടാകുന്ന സണ്ണ് കൊണ്ടുണ്ടാകുന്ന, പ്രകൃതി കൊണ്ടുണ്ടാകുന്ന, കാറ്റ് കൊണ്ട്, ഡസ്റ്റ് കൊണ്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മാന്തി പറിച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറും. ഹെയർ ഡൈ ഇട്ടിട്ടുള്ള പാടുകളൊക്കെ മാറാൻ ഫേസ് പാക്കുകളൊക്കെ വളരെ നല്ലതാണ്. ഫേസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് ഫുഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ ഡിസ്ക്ലൈമർ. ഫേസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തൊരു കോൺഫിഡൻസ് ആണെന്നറിയാമോ മനസ്സിൽ കിട്ടുക. നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യണം, ഇനിയും ചെയ്യണം, ഈ കാറ് മാറ്റി നല്ലൊരു കാറ് വാങ്ങിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യണം, ലൈഫിൽ ഇനിയും കുറച്ചും കൂടെ അച്ചീവ് ചെയ്യാനുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുകയും നമ്മൾ അതിനെയൊക്കെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റെഡി ആവുകയും നമ്മളുടെ ബോഡിയെ, മനസ്സിനെ അതിനുവേണ്ടി പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായി, യൂത്തിനേക്കാളും കൂടുതൽ സ്മാർട്ടാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ മറക്കരുത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. സ്വൈൻ ഫ്ലൂ വന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് H1N1 ഫീവർ എന്നും പറയും കേട്ടോ. പന്നിപ്പനിയാണ്, അതിനാണ് ഇങ്ങനെ പറയുന്നതെന്ന്. പന്നിപ്പനിക്ക് ഇംഗ്ലീഷിലൊരു പേരുണ്ട്. ഓക്കെ, ഞാൻ കേരളത്തിലല്ല. പിന്നെ ഞാൻ സ്വൈൻ ഫ്ലൂ എന്ന് പറഞ്ഞതിൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഡോണ്ട് വാണ്ട് ടു ഷോ ഇറ്റ് ഓൺ ദ സ്ക്രീൻ, അല്ലെങ്കിൽ ഞാനത് കാണിച്ചാണ്. ഞാനത് കുറച്ച് നേരം വെച്ചിരുന്നു, റിപ്ലൈ കൊടുത്തു, ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു. കാരണം മറ്റുള്ളവരെ അത് ബാധിക്കണ്ട. എന്നെപ്പോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് നമ്മളുടെ വായിൽ ആദ്യം വരിക. ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ മസ്കുലർ മെമ്മറിയെ കൂടെ ചേർത്താണ്. നമ്മൾക്ക് ചിലപ്പം 2-3 ഭാഷ ഒന്നിച്ച് സംസാരിക്കുമ്പോൾ എനിക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വേർഡ്സ് കിട്ടാതെ പോകും. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത്, ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് പറയുന്നതും സ്വൈൻ ഫ്ലൂ ആണ് മാഡം എന്നാണ് പറയുക. ആരും പനി ആണെന്ന് പറയാറില്ല. ഓക്കെ, സോ എനിക്കങ്ങനെ പെട്ടെന്നൊന്നും ദേഷ്യം വരുന്നില്ല. പക്ഷെ എനിക്ക് ചെറിയ ചില കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നും, ഈ വെളിയിലൊക്കെ മലയാളികൾ എന്ന് പറഞ്ഞ്, ഇപ്പോൾ എൻ്റെ കോളേജിൽ തന്നെ ഒരു മലയാളി സ്റ്റുഡൻറ്റ് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം അതിനെ ലേബൽ ചെയ്യുന്ന അവൻ ഒരു മലയാളിയാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യും എന്നാണ് HOD ഒക്കെ പറയുക. ഇത്രയ്ക്കും നമ്മുടെ കോളേജായിട്ടും കൂടെ, ഒരു മലയാളിയുടെ കോളേജായിട്ടും കൂടെ അവിടെ ലേബൽ ചെയ്യുക അവൻ ഒരു മലയാളിയാണ്, അവൻ മലയാളി ഗാങ്ങിൽ ചേർക്കും, അവൻ അങ്ങനെ സംസാരിക്കത്തുള്ളൂ, അവൻ ബുള്ളിങ് ചെയ്യും,
ഇങ്ങനെ ഒരു ലേബൽ നമ്മൾ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് മോസ്റ്റ്ലി ലേഡീസ് മാത്രം കാണുന്ന ഒരു ചാനലിൽ ഭാഗ്യമേള ആ വീഡിയോ മൊത്തം കണ്ടു. കാരണം അവസാനം കണ്ടാണ് ഞാനത് പറയുന്നത്. സ്വൈൻ ഫ്ലൂ ആയിരുന്നുകൊണ്ടാണ് ഇവിടെ ഒരു പാടുതേ അത് ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ റാഷസ് ഇവിടെയും 1-2 ഉണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. സോ ഇത് എല്ലാം മലയാളം മാത്രമേ സംസാരിക്കുന്നുണ്ടോ? അപ്പോൾ സ്വന്തം പേര് എല്ലായിടത്തും മലയാളത്തിൽ മാത്രമേ എഴുത്തുള്ളൂ? കുറേ കാര്യങ്ങൾ അത് റിലേറ്റ് ചെയ്ത് ഞാൻ ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കുന്നില്ല. വാട്ട് എവർ ഇറ്റ് മേ ബി. സോ പുരോഗമിക്കുക. ഓക്കെ, അത്രേ പറയാനുള്ളൂ. നിങ്ങളെ കണ്ട് നിങ്ങളുടെ മക്കൾ വളരുന്നു, നിങ്ങളുടെ മക്കൾ പുറത്തു വന്ന് പഠിക്കുന്നു. അപ്പോഴേക്കും നിങ്ങൾ ഈ കാണിച്ചു പോകുന്ന കുറച്ച് സ്വഭാവങ്ങളാണ് ഇതിനെ റെസിപ്രോക്കേറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പിനെ തന്നെ ബാധിക്കുന്നത് മനസ്സിലാക്കുക. കാരണം മലയാളീസിനെ ഒരു ജോലിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 10 പ്രാവശ്യം ഈ ഞാൻ പോലും ആലോചിക്കും. നമ്മൾ അവരോട് സംസാരിച്ച് മനസ്സിലാക്കാതെ അവരുടെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കാത്ത നമ്മൾ അങ്ങനെ അപ്പോയിന്റ് ചെയ്യാൻ പേടിയാണ്. പെട്ടെന്ന് ജോലി വിട്ടിട്ട് പോവും, പെട്ടെന്ന് ഈഗോ അടിക്കും, പെട്ടെന്ന് ഒരു കാര്യം ക്ഷമിക്കില്ല, ഒരു കാര്യം പുറത്തു പോകാൻ പാടാണ്. മനസ്സിലായോ? അതിൽ നിന്നൊക്കെ മാറേണ്ട കാലം ഒരുപാട് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ആർക്കും ജോലിയില്ലാതെ ജോലി ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വിടാം. നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. സ്കിൻ കെയർ ചെയ്യൂ 2027 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളെല്ലാവരും ഒരു അടിപൊളി ഗ്ലാസ് സ്കിന്നോടെ നമുക്ക് മീറ്റ് ചെയ്യാം. ഞാനൊരു മീറ്റപ്പ് വെക്കാം നാട്ടിലെവിടെയെങ്കിലും, എപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സൗകര്യം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ എല്ലാവരുടെയും ഗ്ലാസ് സ്കിൻ കാണാം. ഞാൻ ഈഗർലി വെയിറ്റ് ചെയ്യണം നിങ്ങളെ എല്ലാവരുടെയും ഗ്ലാസ് സ്കിൻ കാണാനായിട്ട്. അപ്പോൾ വിഭൂതിയിൽ നിന്നും സ്കിൻ കെയർ പ്രോഡക്റ്റ് ധൈര്യമായിട്ട് വാങ്ങിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കൂടെ എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. ഒരുപാട് പേര് പറയാറുണ്ട് വാട്സപ്പിനകത്ത് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയുടെ അടിയിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്തു. എനിക്കത് ഡയറക്റ്റ് വായിക്കാൻ ഇഷ്ടമാണ്. വാട്സപ്പൊക്കെ എൻ്റെ അടുത്ത് 1-2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടാറുള്ളത്. അതുകൊണ്ട് ഹോട്ടായിട്ട് അതുകൊണ്ട് ഉടനെ കമൻറ്റുകൾ എഴുതൂ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആക്ടിവിറ്റീസ്, ഓക്കെ, ഫേസിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യൂ. കുറച്ച് സമയം എടുത്തൊന്ന് ചെയ്തു നോക്കൂ. ഇങ്ങനെ ഈ തല ബാക്കിലോട്ട് പുള്ളി ചെയ്ത് കിടക്കുന്നത് ഹെയർ വളരാനും കൂടെ അടിപൊളിയാണ് കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ സ്കാൾപ്പിലേക്ക് കൂടുകയും നമ്മൾക്ക് ഹെയർ പെട്ടെന്ന് വളരുകയും ചെയ്യും. നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഞാൻ ചലഞ്ച് ചെയ്യാം. ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിന്നും നിങ്ങളുടെ ഹെയറും ഒക്കെ നന്നായിട്ട് വരും, ഹെൽത്തും നന്നായിട്ട് വരും, മൈൻഡിൻ്റെ ഹെൽത്തും നന്നായിട്ട്. അതാണ് ഏറ്റവും ആവശ്യം, അല്ലേ? അപ്പോൾ നല്ലൊരു കണ്ടന്റുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പകുതി മുക്കാൽ പേരും വീഡിയോ കാണുന്നത്. മറന്നു പോകുന്നതായിരിക്കാം. വീഡിയോ കാണുമ്പോൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നതായിരിക്കാം. ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന്. എനിക്കും 1 ലക്ഷം സബ്സ്ക്രൈബറൊക്കെ ആകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ ഫാമിലി ഒന്ന് വലുതാക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരുടെയും കൂടെ ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. 1 ലാഖ് ആയാൽ മാത്രമേ ഇതിനൊക്കെ ഞാനൊരു മുൻകൈ എടുക്കത്തുള്ളൂ. ഇന്നിപ്പോൾ ഫേസൊക്കെ എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടാണ് തലമുടിയൊക്കെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. പിന്നെ അത് കുറേ നീണ്ടു വരുന്നത് കാരണം എനിക്ക് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് നീട്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് വെട്ടിയിട്ടൊക്കെ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ തിരുപ്പതി പോകണം. അപ്പോൾ നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ വേറൊരു കണ്ടന്റുമായി കാണണം വരെ ടേക്ക് കെയർ. അടിപൊളിയായിട്ട് സ്കിൻ കെയർ ചെയ്യുക, ധൈര്യത്തോടെ സന്തോഷത്തോടെ. ഏത് വയസ്സൊന്നും ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വയസ്സ് ഇപ്പോൾ 2026 ആയി, 23-ലോ 22-ലോ 20-ലോ മേ ബി 18-ലോ 19-ലോ 1998-ലോ ഒക്കെ ചിന്തിച്ചിരുന്ന ആ ചിന്തകൾ തന്നെയല്ലേ ഇന്ന് നിങ്ങൾക്കൊക്കെ ഉള്ളത്. ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ എടുത്തു ചാടാതെ ചെയ്യാൻ പഠിച്ചു എന്നുള്ളതല്ലാതെ നമ്മളുടെ സ്വപ്നങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മുടെ കളർ ടേസ്റ്റും ഒക്കെ ഇപ്പോഴും അത് തന്നെയല്ലേ. ഇപ്പോൾ എനിക്ക് ബ്ലാക്ക് കളറാണ് ഏറ്റവും ഇഷ്ടം. എവിടെ ബ്ലാക്ക് കണ്ടാലും ഞാൻ ചാടിയെടുക്കും. അതുപോലെ ഡെനിം ഭയങ്കര ഇഷ്ടമാണ്, ഡെനിം സ്യൂട്ട്. സോ ഞാൻ അതൊക്കെ ഒരുപാട് ചൂസ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കബോർഡിലൊക്കെ നോക്കിയാൽ ഡെനിം സ്യൂട്ട് ഒന്നീ ബ്ലൂ, നേവി ബ്ലൂ, ഡാർക്ക് ബ്ലൂ, അങ്ങനെ കുറേ കാണും. ബ്ലൂവിൻ്റെ ഒരു കളക്ഷൻസ് കാണും, ബ്ലാക്കിൻ്റെ ഒരു കോടി കളക്ഷൻസ് കാണും. അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റ് അന്ന് മുതലും ഇന്നു മുതലും അങ്ങനത്തെ ടേസ്റ്റുകളൊക്കെ ഒന്നാണ്. അപ്പോൾ നമ്മളുടെ സ്വപ്നങ്ങളും അത് തന്നെയാണ്, അല്ലേ? നമ്മൾക്ക് നല്ല സുന്ദരന്മാരായിട്ടിരിക്കാൻ. ഈ സുന്ദരന്മാർ എന്ന് പറയുന്നതുകൊണ്ട് അതിന് കമൻറ്റും കൊണ്ട് വരരുത്. അപ്പോൾ നമ്മൾക്ക് സന്തോഷമായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടിരിക്കാം. അടുത്ത വീഡിയോയിൽ മുടിയൊക്കെ ചെയ്യും, നല്ല വൃത്തിയായിട്ട് വരാം. ഇന്നിപ്പോൾ യോഗയൊക്കെ ചെയ്തത് കാരണം മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. സോ എനിക്ക് അതും കൂടെ ചെയ്യാനായിട്ട് സമയമില്ല. അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു മുടിയൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുന്ന വരെ ടേക്ക് കെയർ.
പിന്നെ വേറൊരു കാര്യം, സാറ്റർഡേ നമ്മൾ തമിഴ് വീഡിയോസ് ഇടുന്നത് ഇവിടെ ഉള്ള ആളുകളുടെ റിക്വസ്റ്റ് കാരണമാണ്. അവർക്ക് ഈ സാധനങ്ങളുടെ പേരൊന്നും മലയാളത്തിൽ പറയുമ്പോൾ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് തമിഴ് വീഡിയോ ഒന്ന് ഇടുന്നത്. അത് സാറ്റർഡേ മാത്രമാണ്. മലയാളം വീഡിയോസ് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും ആസ് യൂഷ്വൽ വരുന്നതാണ്. അതിനൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ സാറ്റർഡേ കൂടെ വീഡിയോ കാണും. തമിഴ് പഠിക്കാൻ എളുപ്പമാണ് അത് കണ്ടു കഴിഞ്ഞാൽ. കാരണം ഞാൻ സിമ്പിൾ തമിഴിലാണ് പറയുന്നത്. ഇവിടുത്തെ കൊളോക്കിയൽ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ടാണ് സംസാരിക്കുന്നത്. സോ നിങ്ങൾക്ക് അത് പഠിക്കാനും എളുപ്പമാണ്. ഇഷ്ടമാണെങ്കിൽ കണ്ടു നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ട് നമ്മുടെ തമിഴ് വീഡിയോസ്. ഓക്കെ, ടേക്ക് കെയർ.